വീഡിയോ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി ഒരു കല്യാണം കൂടി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ നമ്പർ 4 എന്താ ഒരു ആകാംക്ഷ, ഒന്ന് കിട്ടിയിട്ടും പഠിച്ചില്ല. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇല്ല. ഓക്കെ, നോക്കി പിന്നെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടേ നിങ്ങൾ 50 ലക്ഷം രൂപ ചോദിക്കാണ്. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യാ? ഞാൻ അവരടുത്ത് ഒരാഴ്ച സമയം ചോദിക്കും. നിങ്ങൾക്ക് ആ പൈസ ഉണ്ടാക്കാനായിരിക്കും അല്ലേ? പൈസ ഉണ്ടാക്കാനൊന്നുമല്ല, നീയല്ലേ മുതല്. ഒരാഴ്ച കൊണ്ട് അവർ കൊണ്ടതിനെക്കാട്ടി സ്പീഡിൽ ഇവിടെ കൊടുന്നാക്കിയിട്ട് പോകും. ഇജ്ജെന്തീ കാട്ടണ്? കൂട്ടാൻ വെക്കുക. അപ്പൊ ഉമ്മല്ലേ കാലത്ത് കൂട്ടാണ്ടാക്കി? അത് കഴിഞ്ഞ് ഞാനൊക്കെ ഉണ്ടാക്കിയ 2 ദിവസം ഒരു കേടും വരാതിരിക്കും. ഇജ്ജുണ്ടാക്കിയ ആരും കൂട്ടില്ല, അപ്പൊ അവിടെ ഇരിക്കും. ഇജ്ജ ഒരു ക്രെഡിറ്റ് ആയി കൊണ്ടിടക്കപ്പോ. ഒരു ചെറിയൊരു കുസൃതി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് ഒരു ഇന്ത്യക്കാരൻ തന്റെ ബോത്തിനെ കൊണ്ട് പാകിസ്ഥാന്റെ അതിർത്തി കെട്ടി. ഇത് പുല്ല് തിന്നണത് ചൈനക്കാരന്റെ പറമ്പിന്ന്. ഇതിനെ കറക്കാനുള്ള യോഗ്യത ആർക്കാ ഉള്ളത്? പക്ഷെ ഇന്ത്യക്കാരന്റെ അല്ലേ പോത്ത്? ആ പോത്ത് എവിടെ നിന്നൊക്കെ പുല്ല് തിന്നാലും പോത്ത് ഇന്ത്യക്കാരന്റെയാ. അതുകൊണ്ട് പാല് കറക്കാൻ ഇന്ത്യക്കാരനല്ലേ അവകാശം? അല്ലേ? പോത്തിന് എവിടുന്ന പാൽ? അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? അമ്മയാണോ പൊറോട്ടയാണോ ഇഷ്ടം? പൊറോട്ട. സൂപ്പർ. അലമാരി കാശ് വെച്ചാൽ അതെടുത്തോണ്ട് പോകും. ഞാൻ പേഴ്സിൽ കാശ് വെച്ചാൽ നിങ്ങൾ അതും കൊണ്ടുപോകും. ബ്ലൗസിന്റെ ഉള്ളിൽ കാശ് വെക്കാന്ന് വെച്ചാൽ അതും എടുത്തോണ്ട് പോകും. അത് ശരി, അലമാരിന്ന് കാശ് എടുത്ത് ഓക്കെയാണ്. പേഴ്സിന്ന് എടുത്ത് ഈ ബ്ലൗസിൽ നിന്ന് കാശ് എടുക്കണ ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. മീൻകാരനെ കണ്ടിട്ട് എത്ര ദിവസം? നിനക്ക് മീൻകാരനെ കാണാതെ ഉറക്കം പറഞ്ഞില്ലേ? അതല്ല, പിന്നെ അവൻ നല്ല ഫ്രഷ് മീൻ 5-10 രൂപ കുറച്ച് എനിക്ക് ഇതാണ് പെണ്ണുങ്ങളെ കുഴപ്പം. എടി വീട്ടിൽ 5-10 പൈസ കുറച്ച് തരണവന്മാരെ വേണം സൂക്ഷിക്കാൻ. അവന്മാരൊക്കെ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. അപ്പൊ ആലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീഡിയോ ഒന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്നെ ഫ്രണ്ട്സ് ഒന്നുമില്ല കല്യാണത്തിനൊന്നും. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ പോകുന്നില്ല. ഏത് സമയത്താണോ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ തോന്നിയത്? എന്റെ കട്ടകാല സമയത്ത്. കല്യാണത്തിന് മുമ്പ് എനിക്ക് എത്ര ആലോചനകൾ വന്നറിയോ? ഒരു വക്കീല് വന്ന്, ഡോക്ടർ വന്ന്, എഞ്ചിനീയർ വന്ന്. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആലോചന വന്നത്. എന്താ ആലോചന? നിന്നെ കൊന്നു. ഇനിയിപ്പോ ഞാൻ ചത്തുപോയി, നീ എന്ത് ചെയ്യും? അങ്ങനെ അതോ സംഭവിച്ചാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ വേറെ കല്യാണം ഒന്നും കഴിക്കൂല. പിന്നെ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്? എന്റെ കല്യാണം കഴിക്കാത്ത അനിയത്തിയോടെ പോയി താമസിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് വരെ ഞാനാണ് ആദ്യം ചത്തുപോണെങ്കിൽ എന്ത് ചെയ്യും? ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കാത്ത നിന്റെ അനിയത്തിനൊപ്പം താമസിക്കും.